ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു, സിലബസ് കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് സിലബസ് ഒരുപാട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 നമുക്ക് ആദ്യം സിലബസ് ഒന്ന് നോക്കാം. സിലബസിൽ മെയിനായിട്ടും 2 പാർട്ടാണുള്ളത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്നൊരു പാർട്ടുണ്ട്, അതുപോലെ പെർമിയബിലിറ്റി എന്നൊരു പാർട്ടുണ്ട്. അങ്ങനെ 2 പാർട്ടായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ നമുക്ക് പഠിക്കാനുള്ളത് സീവ് അനാലിസിസ്, ഹൈഡ്രോമീറ്റർ അനാലിസിസ്, റിലേറ്റീവ് ഡെൻസിറ്റി, കൺസിസ്റ്റൻസി, IS ക്ലാസിഫിക്കേഷൻ. ഇത്രയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്നുള്ള ഹെഡിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത്. സീവ് അനാലിസിസ്, ഹൈഡ്രോമീറ്റർ അനാലിസിസ് 2 ടെസ്റ്റുകളാണ്. പിന്നെ റിലേറ്റീവ് ഡെൻസിറ്റി, കൺസിസ്റ്റൻസി, IS ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ. ഇത്രയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ വരുന്നത്. പിന്നെ പെർമിയബിലിറ്റിയിൽ നമുക്ക് ഡാഴ്സീസ് ലോ പഠിക്കണം, അതിൻ്റെ ലബോറട്ടറി ടെസ്റ്റുകൾ പഠിക്കണം. അതുപോലെ സ്ട്രാറ്റിഫൈഡ് ഡെപ്പോസിറ്റ്സിൻ്റെ പെർമിയബിലിറ്റി എങ്ങനെയാണെന്നുള്ളതും പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കത് ഡീറ്റെയിൽഡായിട്ട് ജസ്റ്റ് ഞാൻ സിലബസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതേ ഉള്ളൂ. നമുക്കിനി ഡീറ്റെയിൽഡായിട്ട് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പം ആദ്യം തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ എന്തൊക്കെയാണ് മെയിനായിട്ടുള്ള സോയിലിൻ്റെ പ്രോപ്പർട്ടീസ്. നമ്മൾ ബേസിക് പ്രോപ്പർട്ടീസ് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു അല്ലേ. വോയിഡ് റേഷ്യോ, പോറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, അങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ്. അതായത് ഏത് സോയിലിലാണെങ്കിലും എപ്പോഴും ഉള്ള ഒരു നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചിലപ്പോൾ, അതായത് ആ സോയിൽ സാമ്പിൾ ഫീൽഡിലുള്ളപ്പം അതിനുള്ള കുറച്ച് ബേസിക് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചിരുന്നു. ഇനി ഇതിനെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഇനി ഓരോ മൊഡ്യൂൾ കടന്നു പോകുമ്പോഴും നമ്മൾ സോയിലിൻ്റെ പ്രോപ്പർട്ടിയിലേക്ക് ഡീറ്റെയിൽഡായിട്ട് ഇറങ്ങിച്ചെല്ലുകയാണ് ചെല്ലുന്നത്. അപ്പോൾ അതിൽ പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനെ നമുക്ക് മെയിനായിട്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്നും എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്നും. ഏതാണ്? പ്രോപ്പർട്ടീസ് ഓഫ് സോയിലിനെ ബേസിക്കായിട്ടും നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്നും എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്നും. ഈ ഒരു ഇൻഡെക്സ് പ്രോപ്പർട്ടീസും എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസും സ്റ്റഡി ചെയ്യുകയാണ് നമ്മൾ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ മെയിനായിട്ടും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോയിൽ ഫോർ ജനറൽ പർപ്പസസ്. അതായത് ഇപ്പോൾ നമ്മളൊരു സോയിൽ എടുക്കുകയാണെങ്കിൽ അത് ഒരു പല ആൾക്കാരും അതിനെ സമീപിക്കുന്ന രീതി ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു കർഷകൻ അതിനെ ആ ഒരു സോയിലിനെ സമീപിക്കുന്ന രീതി ആയിരിക്കില്ല ഒരു സിവിൽ എഞ്ചിനീയർ ആ സോയിലിനെ നമ്മൾ കാണുന്നതല്ലേ. ആ ഒരു കർഷകന് വേണ്ടുന്ന പ്രോപ്പർട്ടീസ് അല്ല ഒരു സിവിൽ എഞ്ചിനീയറിന് വേണ്ടതല്ലേ. ഒരു ഫാർമർ എന്താണ് നോക്കുന്നത്? അതിൻ്റെ വളക്കൂറ് നോക്കും അല്ലേ, അതിൻ്റെ വാട്ടർ റിട്ടൻഷൻ കപ്പാസിറ്റി നോക്കും. അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് ആയിരിക്കും ഒരു കർഷകൻ നോക്കുന്നത്. അതേസമയം നമ്മുടെ സിവിൽ എഞ്ചിനീയേഴ്സ് എന്താണ് നോക്കുന്നത്? മെയിനായിട്ടും അതിൻ്റെ ഷിയർ സ്ട്രെങ്ത് നോക്കും, അതിൻ്റെ പെർമിയബിലിറ്റി നോക്കും, അതിൽ വാട്ടർ എങ്ങനെ പാസ് ചെയ്ത് പോകും, അതിൻ്റെ സീപ്പേജ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ്. അങ്ങനെ ഉള്ള ഫാക്ടേഴ്സാണ് ആര് നോക്കുന്നത്? ഒരു സിവിൽ എഞ്ചിനീയർ നോക്കുന്നത്. അതാണ് മെയിനായിട്ടും ഇൻഡെക്സ് പ്രോപ്പർട്ടീസും എൻജിനീയറിംഗ് പ്രോപ്പർട്ടീസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അതിൽ ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് നമ്മളെ എന്തിനെ സഹായിക്കുന്നു? ജനറലി സോയിലിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ജസ്റ്റ് നമുക്ക് കണ്ടാൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന പ്രോപ്പർട്ടീസാണ് എന്ത്? ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോയിൽ സാമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് സോയിലാണ്. ഇപ്പോൾ നമുക്ക് സോയിൽ കണ്ടാൽ അറിയാം, ഇപ്പം വെട്ടുകല്ല് കണ്ടാൽ നമുക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ അവിടുത്തെ ബ്ലാക്ക് കോട്ടൺ സോയിൽ, അതായത് ഇപ്പം എന്താണ് പരുത്തി മണ്ണാണെങ്കിൽ അത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ ബ്ലാക്ക് കോട്ടൺ സോയിലാണെങ്കിൽ, കറുത്ത മണ്ണാണെങ്കിൽ നമുക്കറിയാം. അതുപോലെ ചെമ്മണ്ണ് കണ്ടാലറിയാം. അങ്ങനെ
ജസ്റ്റ് സോയിലിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സോയിലിൻ്റെ പ്രോപ്പർട്ടീസിനെയാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതിൽ കളർ വരും, ടെക്സ്ചർ വരും, വാട്ടർ കണ്ടൻറ്റ്, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് നമുക്ക് പറയാം. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇത്രയും ഓർക്കുക. ജനറലി അത് പ്രത്യേകിച്ച് ഒരു പർപ്പസിന് വേണ്ടി ഒന്നുമില്ല, ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട്, എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയല്ല, ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് സോയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും വേണ്ടി നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോപ്പർട്ടീസാണ്, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അതേസമയം എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസോ, എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് സോയിൽ ഫോർ എഞ്ചിനീയറിംഗ് പർപ്പസ്. ഒരു സോയിലിനെ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടുന്ന, അതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ എന്താണ്? ഇൻഡെക്സ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിളാണ് വാട്ടർ കണ്ടൻറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, യൂണിറ്റ് വെയ്റ്റ്, പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിസ്റ്റൻസി, റിലേറ്റീവ് ഡെൻസിറ്റി. ഇത്രയാണ് അതുപോലെ തന്നെ കളറ്, ടെക്സ്ചറും ഒക്കെ വരും ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ. ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ജസ്റ്റ് ജനറൽ പർപ്പസിന് വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും യൂസ് ചെയ്യുന്നു. അത് വാട്ടർ കണ്ടൻറ്റ് ഏതൊക്കെ വരുന്നു? വാട്ടർ കണ്ടൻറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, യൂണിറ്റ് വെയ്റ്റ്. ഈ ടേംസ് എല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അല്ലേ? ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചു. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിസ്റ്റൻസി, റിലേറ്റീവ് ഡെൻസിറ്റി. ഇതിൽ ആദ്യത്തെ 3 ടൈം നിങ്ങൾക്കറിയാം അല്ലേ? വാട്ടർ കണ്ടൻറ്റ്, സ്പെസിഫിക് ഗ്രാവിറ്റി, യൂണിറ്റ് വെയ്റ്റ്. ഇതിൻ്റെ ഡിറ്റർമിനേഷനൊക്കെ നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റിയും യൂണിറ്റ് വെയ്റ്റും ഒരുപോലെ തന്നെയാണ്. ഒരിടത്ത് മാസ് ഉപയോഗിക്കുന്നു, ഒരിടത്ത് വെയ്റ്റ് ഉപയോഗിക്കുന്നു അല്ലേ? അപ്പോൾ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് ഡിറ്റർമിനേഷനും സ്പെസിഫിക് ഗ്രാവിറ്റി ഡിറ്റർമിനേഷനും ഒക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞു, ഇത് എന്താണെന്നും പറഞ്ഞു. ഇനി അടുത്തത് ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണെന്നറിയോ? ഈ ഇൻഡെക്സ് പ്രോപ്പർട്ടീസിലെ പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ, കൺസിസ്റ്റൻസി, റിലേറ്റീവ് ഡെൻസിറ്റി. ഞാൻ അവസാനം പറഞ്ഞ ആ 3 ടേംസ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നതാണ് സീവ് അനാലിസിസ്. നിങ്ങൾ സിലബസ് ഞാൻ പറഞ്ഞപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു? സീവ് അനാലിസിസ് ആയിരുന്നു. സീവ് അനാലിസിസ് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട്. അതായത് സോയിലിലെ പാർട്ടിക്കിൾസിനെ സൈസിൻ്റെ ബേസിസിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ സീവ് അനാലിസിസ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമുക്ക് ഈ 3 ടേംസ് പഠിക്കാനുണ്ട്. അതുപോലെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പെർമിയബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി. ഓക്കെ, അതായത് എഞ്ചിനീയറിംഗ് ഒരു സോയിലിൽ നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തണമെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ബാക്ക്ഫിൽ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ലാൻഡ്ഫില്ലായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രെയിനേജ് ഫിൽട്ടർ യൂസ് ചെയ്യണമെങ്കിൽ, അങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് പർപ്പസ് ഏതായാലും അതിന് വേണ്ടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രോപ്പർട്ടീസാണ് എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? പെർമിയബിലിറ്റി, ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി. പെർമിയബിലിറ്റി വാട്ടറിനെ എന്തുമാത്രം വേഗത്തിൽ അത് പാസ് ചെയ്യിക്കുന്നു. ഷിയർ സ്ട്രെങ്ത് അത് സ്ട്രെങ്തിനെ കാണിക്കുന്നു. കംപ്രസിബിലിറ്റി ലോഡ് വരുമ്പോൾ എത്രമാത്രം കംപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ളത്. ഈ 3 പ്രോപ്പർട്ടീസ്. ഇതിൽ നമുക്ക് ഈ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിന് പെർമിയബിലിറ്റി മാത്രമാണ് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ബാക്കി 2 ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റിയും നമ്മൾ ബാക്കി വരുന്ന മൊഡ്യൂൾസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ 4 ടോപ്പിക്കാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഡെക്സ് പ്രോപ്പർട്ടീസിൽ നിന്ന് 3 എണ്ണവും എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസിൽ നിന്ന് 1 എണ്ണം പെർമിയബിലിറ്റിയും. അപ്പം ക്ലിയർ ആയല്ലോ എന്താണ് നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ. അതായത് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പം ഏതാണ് സിലബസിൽ? സീവ് അനാലിസിസ് എന്നുള്ള ടൈമാണ്. പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഡിറ്റർമിൻസ് ദ റേഞ്ച് ഓഫ് സൈസസ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സോയിൽ ആൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ഈച്ച് ഓഫ് ദി സൈസ് റേഞ്ച്. അതായത് ഒരു സോയിൽ സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്താൽ ആ സോയിൽ സാമ്പിളിൽ ഏതെല്ലാം സൈസിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നും, അതുപോലെ ഈ ഓരോ സൈസിലും എത്ര പെർസെൻറ്റേജ് വീതം പാർട്ടിക്കിൾ, അപ്പോൾ അതായത് 100% ആകുമ്പോഴാണല്ലോ നമ്മൾ ഇപ്പോൾ 1 കിലോഗ്രാം സോയിൽ എടുത്താൽ അതിനകത്ത് എത്ര ഏതൊക്കെ സൈസിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നും നമ്മൾ കണ്ടുപിടിക്കുന്നു. അതുപോലെ ഈ ഓരോ സൈസിലും ഈ 1000 ഗ്രാമിൽ നിന്ന്, അതായത് 1 കിലോഗ്രാമിൽ നിന്നും എത്ര പെർസെൻറ്റേജ് വീതം പാർട്ടിക്കിൾ ഉണ്ട്, അതായത് 100% ആകണമെങ്കിൽ എത്ര പെർസെൻറ്റേജ് വീതം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്.
carry out separation of a soil mass into its different size fractions by grain size distribution of mechanical analysis. അതായത് നമ്മൾ എന്താണ് സെപ്പറേഷൻ, ഈ ഒരു സോയിൽ മാസ് കളക്ട് ചെയ്ത ശേഷം അതിനെ പല സൈസിലുള്ള ഫ്രാക്ഷൻ ആക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ മെക്കാനിക്കൽ അനാലിസിസ് യൂസ് ചെയ്ത് കളക്ട് ചെയ്ത സോയിലിനെ നമ്മൾ ഒരേ സൈസുള്ള പാർട്ടിക്കിൾസിനെ ഒന്നായി അങ്ങനെ ക്ലാസിഫൈ ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത്. എക്സ്പ്രസസ് ക്വാണ്ടിറ്റേറ്റീവ്ലി ദ പ്രൊപ്പോർഷൻ ബൈ വെയ്റ്റ് ബൈ വേരിയസ് സൈസസ് ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ എ സോയിൽ. അത് സാധാരണഗതിയിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ്ലി റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓരോ ഫ്രാക്ഷനും ടോട്ടൽ വെയ്റ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ആണ്. അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ ബൈ വെയ്റ്റ് സൈസസ് വെച്ചിട്ട് ഇത്ര സൈസ്, ഈ ഒരു സൈസുള്ള പാർട്ടിക്കിൾ ആ ടോട്ടൽ വെയ്റ്റിൻ്റെ ഇത്ര ശതമാനമാണ് ഉള്ളത് എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. ജനറലി ഇത് ഗ്രാഫിക്കലി ഇറ്റ്സ് ഷോൺ ആസ് എ ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്. അങ്ങനെ നമ്മൾ ഈ പാർട്ടിക്കിൾസിനെ ഓരോ സൈസിലും ഏതൊക്കെ സൈസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു, ഓരോ സൈസിലും എത്ര പെർസെൻറ്റേജ് വീതം വെയിറ്റ് ഉണ്ടെന്ന് നോക്കുന്നു. അതിനുശേഷം ഈ സൈസും പാർട്ടിക്കിളിൻ്റെ സൈസും എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നും വെച്ച് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുന്നു. ആ ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ് അല്ലെങ്കിൽ ഗ്രഡേഷൻ കർവ് എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയല്ലോ? അതാണ് പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് പറയാനുള്ളത്. ഇനി അത് തന്നെ പാർട്ടിക്കിൾ സൈസ് ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ കണ്ടുപിടിക്കുന്നതും പാർട്ടിക്കിൾ സൈസ് ഓഫ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ കണ്ടുപിടിക്കുന്നതും രണ്ട് രീതിയിലായിരിക്കും. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് സീവ് അനാലിസിസ് എന്ന് പറയുന്നത് കോഴ്സ് ഗ്രെയിൻഡ് സോയിലിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. പാർട്ടിക്കിൾ സൈസ് ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. കോഴ്സ് ഗ്രെയിൻഡ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്? പാർട്ടിക്കിൾ സൈസ് നിങ്ങൾ ജസ്റ്റ് ഇത് ഓർക്കുക, വലിയ പാർട്ടിക്കിൾസ് ഉള്ളത്, ഇപ്പം മെറ്റല്, ഗ്രാവല്, നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ എടുക്കുക, മെറ്റല്, ഗ്രാവലൊക്കെ വെച്ചാൽ പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സോയിൽ പാർട്ടിക്കിളുള്ള സോയിലിനെയാണ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് എന്നും ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് എന്ന് പറയുമ്പം ചെറിയ പാർട്ടിക്കിൾസ് ഉള്ള സോയിൽസ്. ഓക്കെ, അപ്പോൾ ആദ്യം കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ് ആണെങ്കിൽ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുള്ളതാണ്. ഇറ്റ് ഈസ് നെസസറി ടു കണ്ടക്ട് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ സൈസ് ടെസ്റ്റ് ഫോർ മെഷറിങ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ സൈസസ് ഇൻ എ സോയിൽ സാമ്പിൾ. ഓക്കെ, അത് ജസ്റ്റ് നമ്മൾ അനാലിസിസ് ചെയ്ത് പാർട്ടിക്കിൾ സൈസ് ടെസ്റ്റ് ചെയ്താൽ, അതായത് സീവ് അനാലിസിസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു സോയിലിലെ പാർട്ടിക്കിൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾ സൈസസ് ഓർ ആവറേജ് ഗ്രെയിൻ ഡയമീറ്റർ ഓഫ് കോഴ്സ് ഗ്രെയിൻഡ് സോയിൽസ്. കോഴ്സ് ഗ്രെയിൻഡ് സോയിൽ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഗ്രാവൽസും സാൻഡുമാണ് മെയിനായിട്ട്. ഈസ് ഒബ്റ്റെയിൻഡ് ബൈ സ്ക്രീനിങ് എ നോൺ വെയ്റ്റ് ഓഫ് ദി സോയിൽ ത്രൂ എ സ്റ്റാക്ക് ഓഫ് സീവ്സ് ഓഫ് പ്രോഗ്രസീവ്ലി ഫൈനർ മെഷ് സൈസ്. നമ്മൾ ഇതിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സ്റ്റാൻഡേർഡ്, ഇത് നമ്മൾ സീവ് അനാലിസിസ് ചെയ്യുന്നതിന് IS സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. കോഡ് പ്രകാരം നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യാനായിട്ട് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കില്ലേ, അപ്പോൾ IS കോഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ നമ്മൾ പറയുന്ന എല്ലാ എക്സ്പെരിമെൻറ്റിനും ഇതിനകത്ത് പറയുന്ന സീവ് അനാലിസിസ് ആയിക്കോട്ടെ, ഹൈഡ്രോമീറ്റർ അനാലിസിസ് ആയിക്കോട്ടെ, ഇനി വരുന്ന ഒരുപാടുണ്ട്, ആറ്റോബർഗ് ലിമിറ്റ്സ്, അങ്ങനെ കുറേ എക്സ്പെരിമെൻറ്റ്സ് വരുന്നുണ്ട്. ഇതിൽ ഏത് ടെസ്റ്റ് എടുത്താലും ഇതെല്ലാം IS കോഡ് പ്രകാരമാണ് ചെയ്യുന്നത്. കുറേ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ IS കോഡ് അനുസരിച്ച് കുറേ സീവ്സ് ഉണ്ട്, സ്റ്റാൻഡേർഡ് സീവ്സ് ഉണ്ട്. നമ്മളിപ്പം വീട്ടിൽ തന്നെ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ സീവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ മാവൊക്കെ അരിക്കാൻ എടുക്കുന്ന സീവില്ലേ, അതുപോലത്തെ സാധാ സീവ്സ് ആണ്. സാധാ നമ്മൾ അരിച്ചെടുക്കില്ലേ, നമ്മളിങ്ങനെ പറ്റിയിരിക്കുക, അങ്ങനെ അരിച്ചെടുക്കുന്ന സാധാ സീവ്സ് ആണ്. ആ സീവിൻ്റെ മെഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടായിരിക്കും. അത് നമ്മൾ അങ്ങനെ ഒരു സീവ്സ്, ആ ഒരു ലിസ്റ്റ്, ആ ഒരു സീവ് ഓപ്പണിങ്സ്, പിന്നെ അതിനൊരു ഇതുണ്ട്, ഡിസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പോൾ അതായത് ഏറ്റവും വലിയ മെഷോട് കൂടിയ അരിപ്പ സീവ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെക്കും, അല്ലെങ്കിൽ താഴ്ന്നു തുടങ്ങാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു ചെറിയ പാൻ പോലെയുണ്ട്, അതായത് ഏറ്റവും ചെറിയ മെഷ് കഴിഞ്ഞിട്ടും പിന്നെയും അതിലും ചെറിയ പാർട്ടിക്കിൾസ് കാണുമല്ലോ. അപ്പോൾ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അവസാനം ഒരു പാൻ വെച്ചിട്ടുണ്ടാകും. ആ പാനിന് മുകളിൽ അതിന് ഏറ്റവും ചെറിയ സൈസ് വയ്ക്കും, ചെറിയ സൈസുള്ള മെഷ്, അതിൻ്റെ മുകളിൽ അതിനേക്കാൾ കുറച്ചുകൂടെ സൈസ് കൂടിയത്, അതിൻ്റെ മുകളിൽ അതിനേക്കാൾ കുറച്ചുകൂടെ സൈസ് കൂടിയ മെഷ്, അങ്ങനെയുള്ള സീവ്സ് നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാക്ക് ചെയ്യും. അപ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്ന എന്തായിരിക്കും, ഏറ്റവും വലിയ സൈസുള്ള മെഷായിരിക്കും. ഏറ്റവും താഴെ വന്നിരുന്നതോ ഫൈനർ മെഷായിരിക്കും, ഏറ്റവും ചെറിയ സൈസുള്ള മെഷുള്ള
സീവ്സും ആയിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ കളക്ടിങ്ങിനെ നമ്മൾ അടുക്കി വെക്കും. ഓരോ അരിപ്പയും സീവ്സിനെയും അടുക്കി വെച്ച ശേഷം ഏറ്റവും ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യും, സോയിൽ ഒരു സ്പെസിഫിക് വെയിറ്റ്, സാധാരണ നമ്മൾ 1 കിലോഗ്രാം സോയിലാണ് ചൂസ് ചെയ്യാറുള്ളത്. 1 കിലോഗ്രാം സോയിൽ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള സീവിലേക്ക് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അന്നേരം എന്ത് ചെയ്യും, അത് സീവ് ചെയ്ത ശേഷം അത് ഒന്നുകിൽ നമ്മൾക്ക് അത് സാധാരണഗതിയിൽ ചെയ്യുന്നത് മിക്സർ ഉണ്ടായിരിക്കും, സീവ് ഷേക്കർ ഉണ്ടായിരിക്കും, അതിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ പ്ലേസ് ചെയ്തിട്ട് ഇത്ര ടൈമും കൂടി അതിൽ സെറ്റ് ചെയ്യും. 10 മിനിറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്താണ്, അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്ന് ഒരു വൈബ്രേഷൻ, നമ്മൾ കൈകൊണ്ട് അരിക്കുന്നതിന് പകരം അതൊരു വൈബ്രേഷൻ കൊടുത്ത് അതിനെ ഇങ്ങനെ ആയിരിക്കും. 10 മിനിറ്റ് ആകുമ്പോൾ മെഷീൻ സ്റ്റോപ്പ് ആകും. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് സീവ് കറക്റ്റ് ഏറ്റവും വലിയ പാർട്ടിക്കിൾസ് എന്താണ്, ഇത് ഫസ്റ്റ് ഏറ്റവും ടോപ്പിൽ വലിയ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും, അതിലും ചെറിയ അതിലൂടെ പാസ് ചെയ്യുന്ന പാർട്ടിക്കിൾസ് അടുത്ത മെഷീനിലേക്ക് സീവിലേക്ക് പോകും. അങ്ങനെ പാസ് ചെയ്തത് നമുക്ക് ഈ എല്ലാ സീവ്സിലും നമ്മൾ അറേഞ്ച് ചെയ്തേക്കുന്ന ഈ സ്റ്റാക്ക് ഓഫ് സീവ്സിൽ നമുക്ക് എന്ത് കിട്ടും, കുറേ പെർസെൻറ്റേജ് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് കിട്ടും. അപ്പം അത് സൈസിൻ്റെ ഇതിലല്ലേ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫൈനർ പാർട്ടിക്കിൾസ് താഴേക്കും അതിനേക്കാൾ കോഴ്സർ, അതായത് വലിയ വലിയ പാർട്ടിക്കിൾസ് മുകളിലേക്കും നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതിൽ 2 ടൈപ്സ് ഓഫ് സീവ് അനാലിസിസ് ആണ് ഉള്ളത്. അതിൽ വെറ്റ് സീവ് അനാലിസിസ് തന്നെ 2 എണ്ണമുണ്ട്. വെറ്റ് സീവ് അനാലിസിസ് ആൻഡ് ഡ്രൈ സീവ് അനാലിസിസ്. ഓക്കെ, സീവ് അനാലിസിസിൽ 2 എണ്ണമാണുള്ളത്, വെറ്റ് സീവ് അനാലിസിസും ഡ്രൈ സീവ് അനാലിസിസും. അപ്പോൾ നമുക്ക് ജസ്റ്റ് തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. വെറ്റ് സീവ് അനാലിസിസ് എന്ന് പറയുമ്പോൾ വെറ്റ് സീവിങ് ഈസ് ക്യാരിഡ് ഔട്ട് ഫോർ സെപ്പറേറ്റിംഗ് ഫൈൻ ഗ്രെയിൻസ് ഫ്രം കോഴ്സ് ഗ്രെയിൻസ് ബൈ വാഷിംഗ് ദ സോയിൽ സ്പെസിമെൻ ഓൺ എ 75 മൈക്രോൺ സീവ് മെഷ്. അപ്പം അത് ഇതിൽ ചെയ്യുന്ന വെറ്റ് സീവ് അനാലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴ്സറിൽ തന്നെ ചെറിയ പാർട്ടിക്കിൾസ്, നമ്മൾ കോഴ്സ് ഗ്രേഡിലാണല്ലോ സീവ് അനാലിസിസ് ചെയ്യുന്നത്, അതിൽ തന്നെ ഫൈൻ ഗ്രെയിൻഡ് സോയിൽസ് ഉണ്ടെങ്കിൽ, അതായത് അതിൽ തന്നെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾസ്, അതിൻ്റെ സൈസ് പറയുന്നത് 75 മൈക്രോൺ സീവ് മെഷ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് 75 മൈക്രോൺസിലും താഴെയുള്ള സോയിലിനെ നമുക്ക് വെറ്റ് സീവ് അനാലിസിസ് ചെയ്യാം. അതിന് ജസ്റ്റ് ഒന്നുമില്ല, ആ ഒരു സോയിലിൽ നമ്മൾ വെള്ളത്തിലെടുത്ത ശേഷം അതിനൊക്കെ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് പറയുന്നുണ്ട്, എത്ര വെള്ളം എടുക്കണം എന്നൊക്കെ നമുക്ക് കോഡിൽ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അറിയണ്ട, നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മെത്തേഡ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അതായത് 75 മൈക്രോൺസിൽ താഴെയുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മളതിൽ വാട്ടർ ആഡ് ചെയ്ത് വാട്ടർ മിക്സ് ചെയ്ത ശേഷമാണ്, കണ്ടോ ഇവിടെ സീവ്സ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നുണ്ടോ, ആ സീവ്സ് ആ സീവ് അറേഞ്ച് ചെയ്യുന്നതിനും ഫൈനർ ആയിട്ടുള്ള സീവ് 75 മൈക്രോണിന് താഴെയുള്ള സീവ്സ് മതി നമുക്ക്, കണ്ടോ. അതുകൊണ്ടാണ് ഇതങ്ങനെ അറേഞ്ച് ചെയ്ത ശേഷം അതിലേക്ക് നമ്മൾ ഈ മിക്സാണ്, ഈ സോയിൽ വാട്ടർ മിക്സാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് ഷേക്ക് ചെയ്യുന്നു. എന്നിട്ട് ഷേക്ക് ചെയ്യല്ല, നമ്മളിത് ഡ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നതിന് ശേഷം. ഡ്രൈ ചെയ്തെടുത്തിട്ട് ഓരോ സീവിലും എത്ര പിന്നെ വാട്ടർ എത്ര സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്നുള്ള വെയിറ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അതാണ് വെറ്റ് സീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഡ്രൈ സീവ് അനാലിസിസ് ഞാൻ പറഞ്ഞില്ല നേരത്തെ കണ്ടുകൊണ്ട്, ഇത് ഓരോ സീവും നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കാണ്. അതിനെ കൊണ്ടുവന്ന് നമ്മളൊരു ഷേക്കറിൽ വെച്ചു. അതിന് ശേഷം 10 മിനിറ്റ് എങ്ങാനും സെറ്റ് ചെയ്ത് കൊടുത്തു. ഇത് ഷേക്കായി കഴിഞ്ഞിട്ട് ഫുൾ വൈബ്രേറ്റ് ചെയ്ത് ഇതിനെ ഫുള്ള് ഇതാക്കും, പാസ് ചെയ്യിക്കും, ഇതിലും കൂടെ കടന്നു പോകും. അങ്ങനെ കടന്നു പോയിട്ട് ലാസ്റ്റ് കിട്ടുന്ന അതെടുത്ത് നമ്മൾ വെയിറ്റ് എടുക്കും. ഡ്രൈ സീവ് അനാലിസിസ് ക്യാരിഡ് ഔട്ട് ഓൺ പാർട്ടിക്കിൾസ് കോഴ്സർ ദാൻ 75 മൈക്രോൺ. 75 മൈക്രോണിനേക്കാൾ മുകളിലുള്ള സോയിൽസിനെയാണ് നമ്മൾ ഇതിൽ ഡ്രൈ സീവ് അനാലിസിസ് ചെയ്യുന്നത്. സാമ്പിൾസ് ആർ ഡ്രൈഡ് ആൻഡ് ഷേക്കൻ ത്രൂ എ സെറ്റ് ഓഫ് സീവ്സ് ഓഫ് ഡിസെൻഡിങ് സൈസ് ആണ് ഇത് പറഞ്ഞത് തന്നെ. അപ്പോൾ ഇങ്ങനെ ദ വെയിറ്റ് റീറ്റെയിൻഡ് ഇൻ ഈച്ച് സീവ് ഈസ് മെഷേർഡ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ നമ്മൾ ആദ്യം സീവ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ സീവിലും എത്ര വെയിറ്റ് ആണ് റീറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന് നമ്മൾ മെഷർ ചെയ്യും. ദ ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റീറ്റെയിൻഡ് ആൻഡ് പെർസെൻറ്റേജ് ഫൈനർ ഓഫ് സോയിൽസ് ആർ ഡിറ്റർമിൻഡ്. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജും അതുപോലെ പെർസെൻറ്റേജ് ഫൈനറും ഡിറ്റർമിൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു ഒരു എക്സാമ്പിൾ, ഒരു ടാബുലർ കോളമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് IS സീവ് സൈസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏറ്റവും കോഴ്സർ 10 mm, അത് കഴിഞ്ഞ് 4.75 mm, 2.36, 1.18 mm, 600 മൈക്രോൺ, 300 മൈക്രോൺ, 150 മൈക്രോമീറ്റർ, അടുത്തത് പാൻ. ഇങ്ങനെ ഈ ഒരു ഓർഡറിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, ടോപ്പിൽ നിന്നും താഴേക്ക്. അതിനുശേഷം ഈ വെയിറ്റ് റീറ്റെയിൻഡ്, രണ്ടാമത്തെ കോളം എന്താണ്, വെയിറ്റ് റീറ്റെയിൻഡ് നമുക്ക് കിട്ടും ഗ്രാംസിൽ. ഇപ്പോൾ നമ്മൾ 1000 grams ആണ് സാധാരണ എടുക്കുന്നത്, അതായത് 1 കിലോഗ്രാം സോയിൽ.
അപ്പോൾ ഈ 1 കിലോഗ്രാം സോയിൽ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള മെഷീനിൽ കൊണ്ടുവന്നങ്ങ് വെക്കും. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് ഷേക്ക് ചെയ്യുമ്പോഴേക്കും അത് പാസ് ചെയ്ത് പൊക്കോളും. അപ്പോൾ വെയിറ്റ് ഇതിൽ ഓരോ മെഷും ഓരോ സീവും നമ്മൾ ഈ 10 മിനിറ്റിന് ശേഷം എടുത്തിട്ട് എത്ര ഇതിൽ റീറ്റെയിൻ ചെയ്തു വെയിറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വെയിറ്റ് ആണ് ഇവിടെ നോട്ട് ചെയ്തേക്കുന്നത്. കണ്ടോ 30, 120, 150 ഗ്രാംസ് എത്ര അന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതിനെ നമ്മൾ പെർസെൻറ്റേജിലേക്ക് മാറ്റി. പെർസെൻറ്റേജ് വെയിറ്റ് റിട്ടേൺ എങ്ങനെ കണ്ടുപിടിക്കും? 1000 ഗ്രാമിലാണ്. ഇപ്പോൾ ഈ ഒരു 4.75 mm നോക്കുകയാണെങ്കിൽ 1000 ഗ്രാമിലാണ് 30 ഗ്രാം റിട്ടേൺ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ 100 ഗ്രാമിൽ എത്രയാണ്? പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ 100ൽ എത്രയാണെന്നല്ലേ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും? 30/1000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് റിട്ടേൺഡ് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാൽക്കുലേഷൻ ഒന്നും പറയണ്ട, പക്ഷേ നിങ്ങൾക്ക് ലാബിൽ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. പെർസെൻറ്റേജ് വെയിറ്റ് റിട്ടേൺഡ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഓരോന്നിനെ കണ്ടുപിടിക്കുക. അതായത് 30 ഇവിടെയാണെങ്കിൽ 30/1000 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ അന്നേരം എന്തായിരിക്കും? 30/10 എന്നായിരിക്കും ബാക്കി വരുന്നത് അല്ലേ? അപ്പോൾ 3 വന്നു. അതുപോലെ 120/10 വരും 12, 150/10 വരും 15. അങ്ങനെ നമ്മൾ പെർസെൻറ്റേജ് വെയിറ്റ് റിട്ടേൺഡ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റിട്ടേൺഡ് കണ്ടുപിടിക്കുന്നു. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ കോളത്തിൽ എഴുതുന്നത് നമ്മൾ 0 ആണ്. അപ്പോൾ അതുപോലെ തന്നെ 0 എഴുതി. അടുത്ത ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോഴേക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു 3യും ആഡ് ചെയ്യണം, അതിന് ടോപ്പിലോട്ടുള്ളതും ആഡ് ചെയ്യണം. അപ്പോൾ 3 + 0 3 എന്ന് വന്നു. ഇനി അടുത്ത ഇവിടെ ഈ ഒരു ടേബിൾ എന്ന് പറയുമ്പോൾ ഇതിന് മുകളിലോട്ടുള്ള ഫുൾ നമ്മൾ ആഡ് ചെയ്യണം. അപ്പം 12, 15 എങ്ങനെയാണ് കിട്ടിയത്? 12 + 3 + 0 ചെയ്തപ്പം 15 കിട്ടി. ഇനി അടുത്തത് 30. അതായത് അടുത്ത കോളത്തിലേക്ക് പോകാം നമ്മൾ. അടുത്ത റോ. ഈ റോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇതിന് മുകളിലോട്ടുള്ള ഫുൾ നമ്മൾ ആഡ് ചെയ്യുന്നു. 15 + 12 + 3 + 0, അതായത് ഈ 15 പ്ലസ് ഈ മുകളിലത്തെ 15 ചെയ്താൽ മതി. അപ്പോൾ 30. ഇനി അടുത്ത കോളം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ 20 + ഈ 30 ചെയ്താൽ മതി. അതായത് ഇതിന് മുകളിലോട്ടുള്ള ഫുൾ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ 50 കിട്ടി. അങ്ങനെ നമ്മൾ ഫുൾ ചെയ്ത് വന്നു. ഓക്കെ, അപ്പോൾ അതാണ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്തത് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ് പാസിംഗ്. അതായത് ഇതെന്ന് പറയുന്നത് റീറ്റെയിൻഡ് ആണ്. എത്ര അതിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നിലവിൽ അതിൽ എത്ര ഉണ്ടെന്നാണ്. അപ്പോൾ അതിലൂടെ പാസ് ചെയ്തത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? 100 മൈനസ് ഇത് ചെയ്താൽ മതി അല്ലേ? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് 100 ഗ്രാം ഉണ്ടായിരുന്നെങ്കിൽ 100 ഗ്രാമിൽ 3% ആണ് അതിൽ റിട്ടെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലൂടെ പാസ് ചെയ്തത് എത്രയാണ്? 97%. അതുപോലെ 15%, 100 ഗ്രാം ഉള്ളതിൽ 15% അതിൽ റിട്ടെയിൻ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അതിലൂടെ പാസ് ചെയ്തത് എത്രയാണ്? 85% കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു കോളം കംപ്ലീറ്റ് ചെയ്യുന്നു. The resulting data is, നമുക്കപ്പം ഇങ്ങനെ ഒരു ടാബുലാർ കോളം കിട്ടും. The resulting data is presented as a distribution curve with grain size along x-axis, log scale and percentage passing along y-axis. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു ടാബുലാർ കോളം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നത് ഗ്രഡേഷൻ കർവ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രഡേഷൻ കർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. x-axisൽ ഗ്രെയിൻ സൈസ്, ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ സീവിൻ്റെ ഓപ്പണിംഗ് സൈസ് ആയിരിക്കും ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഡൗട്ടില്ലല്ലോ. ആ ഒരു സീവിനകത്ത് അതിലൂടെ പാസ് ചെയ്ത് പോയ ആ ഒരു സീവിൻ്റെ സൈസ് ആയിരിക്കുമല്ലോ അതിലെ ഗ്രെയിൻസിൻ്റെ സൈസ്. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ ഗ്രെയിൻ സൈസും വൈ ആക്സിസിൽ പെർസെൻറ്റേജ് പാസിംഗ് എന്ന് പറഞ്ഞ് ലാസ്റ്റ് നമ്മളൊരു കോളം ഫില്ല് ചെയ്തില്ലേ, ആ ഒരു പെർസെൻറ്റേജ് ഫൈനർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് പാസിംഗ് എന്നുള്ള ആ ഒരു വാല്യൂസ് ആയിരിക്കും വൈ ആക്സിസിൽ വരയ്ക്കുക. പിന്നെ ഇതിൽ സ്കെയിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് എക്സ് ആക്സിസ് നമ്മൾ ലോഗ് സ്കെയിലിലും വരയ്ക്കും, വൈ ആക്സിസ് സാധാരണ അരിത്തമെറ്റിക് സ്കെയിൽ സാധാ നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് വെച്ചും വരയ്ക്കും. ദ സൈസ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ നമുക്കൊരു ഗ്രാഫ് കിട്ടുന്നു. ദ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്സ് ആസ് ഒബ്റ്റെയിൻഡ് ഫ്രം കോഴ്സ് ആൻഡ് ഫൈൻ ഗ്രെയിൻഡ് പ്രൊപ്പോർഷൻസ് ക്യാൻ ബി കമ്പൈൻഡ് ടു ഫോം വൺ കംപ്ലീറ്റ് ഗ്രെയിൻ സൈസ് ഡിസ്ട്രിബ്യൂഷൻ കർവ്, ഓൾസോ നോൺ ആസ് ഗ്രേഡിംഗ് കർവ്. അപ്പോൾ അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വെറ്റ് സീവ് ഒരു സോയിലിൽ തന്നെ നമുക്ക് ആദ്യം ഡ്രൈ സീവ് അനാലിസിസ് ചെയ്യാം. അതിനുശേഷം അതിൽ 75 മൈക്രോണിൽ താഴെയുള്ള സോയിലെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെറ്റ് സീവ് അനാലിസും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ 2 സീവ് അനാലിസും ചെയ്ത ശേഷം വെറ്റ് സീവ് അനാലിസിസ് നമുക്ക് എന്താണ് കിട്ടിയത്? ഫൈൻ ഗ്രെയിൻഡ് സോയിലും ഡ്രൈ സീവിൽ ഏത് കിട്ടി? കോഴ്സ് ഗ്രൈൻഡും കിട്ടി. അപ്പം ഈ രണ്ടിനെയും കൂടെ ചേർത്ത് നമുക്ക് ഒറ്റ ഗ്രാഫായിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ കിട്ടുന്നത് ഒരു ഗ്രഡേഷൻ. ഇതിപ്പോൾ ഒരെണ്ണേ കാണിച്ചിട്ടുള്ളൂ. ഒരു ഗ്രേഡിംഗ് കർവ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും ഒരു ഷേപ്പ് വരുന്നത്. ഇങ്ങനെ പല ഷേപ്പിൽ വരാം. അതിൻ്റെ ആക്സസുകൾ ഓർത്ത് നോക്കുക.
ലോക്ക് സൈസ്, പെർസെൻറ്റേജ്, ഫൈനർ. പിന്നെ അതിൻ്റെ സൈസ് അനുസരിച്ച് ഞാൻ ജസ്റ്റ് ഇതിനകത്തൊന്ന് കാണിച്ചേക്കാണ്. ഏറ്റവും സൈസ് കുറവ് ക്ലേ. നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. ഏറ്റവും വലിയ പാർട്ടിക്കിൾസ് കോബിൾസ്, അതായത് കല്ലൊക്കെ. അതിനുശേഷം ഗ്രാവല്, അതിനേക്കാൾ സൈസ് കുറവ് ഗ്രാവലിനേക്കാൾ സൈസ് കുറഞ്ഞ് സാൻഡിനേക്കാൾ സൈസ് കുറഞ്ഞ് സിൽറ്റിനേക്കാൾ സൈസ് കുറഞ്ഞ് ക്ലേ. ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നതും ഇതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വരുന്ന ആ ഒരു റേഞ്ചും എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് നോളജാണ്. സോയിൽ ക്ലാസിഫിക്കേഷൻ്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് തന്നെ ഈ ഓരോ സൈസ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. അത് നിങ്ങൾ എത്ര സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു പോയാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു സൈസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ആ ഒരു പല ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ്. നമ്മളിപ്പം കോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പല സ്റ്റാൻഡേർഡ്സ് നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. അതിൽ BS ഉണ്ട്, BIS ഉണ്ട്, UACC ഉണ്ട്, ആഷ്ട്രോ ഉണ്ട്, ASTM ഉണ്ട്. അങ്ങനെ പല ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ആ ഒരു സോയിൽ ക്ലാസിഫിക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് നോക്കുക. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് BIS ക്ലാസിഫിക്കേഷനാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് BIS സോയിൽ ക്ലാസിഫിക്കേഷനാണ്. അതായത് നോക്കിക്കേ, ഏറ്റവും വലുതേതാണ്? കോബിൾ സൈസ് പാർട്ടിക്കിൾസ്. കോബിൾ സൈസ് ഇത് നിങ്ങൾ നന്നായി പഠിക്കുക. ഈ ഒരു ടേബിൾ, അതായത് ഈ ഒരു സ്ലൈഡ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു പാർട്ടിക്കിൾ സൈസ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴും വേണ്ടി വരുന്നതാണ്. നിങ്ങളുടെ പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഒക്കെ വേണ്ടി വരുന്നതാണ്. ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. GTയുടെ ബേസിക് എന്ന് പറയുന്നത് തന്നെ ഇതാണ്. ഓക്കെ, അപ്പോൾ അന്നേരം കോബിൾ സൈസ് എന്ന് പറയുമ്പം 80 mm മുകളിൽ സൈസ് ഉള്ളതാണ് കോബിൾ സൈസ്. 80 mm മുകളിലുള്ളത് കോബിൾ സൈസ്. അടുത്തത് 80 mm 4.75 mm ഇടയിലുള്ള സോയിലാണ് ഗ്രാവൽ സൈസ് എന്ന് പറയുന്നത്. നോക്കിക്കേ, 80 mm അതുപോലെ 4.75 mm ഇടയിലുള്ളതാണ് ഗ്രാവൽ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഗ്രാവലിൽ തന്നെ ഫൈനും ഉണ്ട്, കോഴ്സും ഉണ്ട്. ഗ്രാവലിൽ തന്നെ കോഴ്സ് എന്ന് പറയുന്നത് 20 mm 80 mm ഇടയിലാണെങ്കിൽ അത് കോഴ്സും, ഈ 4.75 20 ഇടയിലാണെങ്കിൽ ഫൈനുമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങ് പഠിക്കുക. സോയിലിൻ്റെ പല ടൈപ്പ്, അതായത് കോബിളുണ്ട്, ഗ്രാവൽ, കോബിൾ കഴിഞ്ഞ് ഗ്രാവൽ കഴിഞ്ഞ് സാൻഡ് കഴിഞ്ഞ് സിൽറ്റ് കഴിഞ്ഞ് ക്ലേ. ഞാനിപ്പോൾ ഡിസെൻഡിങ് ഓർഡറിലാണ് പറഞ്ഞത്. കോബിൾ, ഗ്രാവൽ, സാൻഡ്, സിൽറ്റ്, ക്ലേ. ഇനി നമ്മൾ അതിൽ തന്നെ ഡിവിഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് പറയാൻ മുമ്പ് പിന്നെ അതിൻ്റെ സൈസ് റേഞ്ച് പറയാം. 80 mm കഴിഞ്ഞ ഏതാണ്? 4.75 mm. അത് കഴിഞ്ഞ് 2 mm, 0.425 mm അല്ലെങ്കിൽ 425 മൈക്രോൺസ്, അല്ലെങ്കിൽ അടുത്തത് 0.075 mm അല്ലെങ്കിൽ 75 മൈക്രോൺസ്, അടുത്തത് 0.002 mm അല്ലെങ്കിൽ 2 മൈക്രോൺസ്. പിന്നെ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രാവലിൽ തന്നെ ഫൈനും കോഴ്സും ഉണ്ട്, അതുപോലെ സാൻഡിൽ തന്നെ ഫൈനുണ്ട്, മീഡിയം ഉണ്ട്, കോഴ്സുണ്ട്. ഓക്കെ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇതുപോലെ. അപ്പോൾ ഞാൻ ജസ്റ്റ് മൊത്തത്തിലൊന്ന് പറയാം. കോബിൾ സൈസ് എന്ന് പറയുമ്പം 80 mm മുകളിലുള്ളത്, കോഴ്സ് ഗ്രാവൽ എന്ന് പറയുന്നത് 20 mm to 80 mm, ഫൈൻ ഗ്രാവൽ 4.75 to 20 mm. അടുത്തത് കോഴ്സ് സാൻഡ് 2 mm to 4.75 mm. അടുത്തത് മീഡിയം സാൻഡ് 0.425 mm to 2 mm, ഫൈൻ സാൻഡ് 0.075 mm to 0.425 mm. അടുത്ത സിൽറ്റ് 0.002 mm to 0.075 mm. അതുപോലെ ലെസ് ദാൻ 0.002 mm ആണെങ്കിൽ ക്ലേ സൈസ്. ഓക്കെ, ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇത് ഗ്രേഡിംഗ് കർവിനകത്ത് നിന്ന് നമുക്ക് ഈ ഒരു ഗ്രേഡേഷൻ കർവ് നമുക്ക് കിട്ടി. ആ ഒരു ഗ്രേഡേഷൻ കർവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴാണെങ്കിലും ഗ്രേഡേഷൻ കർവിനോടൊപ്പം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ആണ്. അതായത് നമുക്ക് എന്താണ് ഗ്രാഫിൽ ഇവിടെ ആക്സിസിൽ എന്തുണ്ട്? ആക്സിസിൽ സീവ് ഓപ്പണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കിളിൻ്റെ സൈസിൻ്റെ ആ ഒരു ഡയമീറ്റർ ഉണ്ട്. അതുപോലെ ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് പാസിംഗ് എന്നും ഉണ്ട്. അപ്പം നമുക്ക് എടുക്കേണ്ട നമ്മൾ പിന്നീട് കണ്ടുപിടിക്കേണ്ട 3 വാല്യൂസാണ് D10, D30, D60. അങ്ങനെ 3 വാല്യൂസ് കിട്ടണം. അതെങ്ങനെ കിട്ടും? അതായത് D10 എന്ന് പറയുമ്പോൾ ഈ 10% ഇവിടെ ഈ പെർസെൻറ്റേജുകളായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ? സൈസ് പെർസെൻറ്റേജ് ഫൈനലിൽ കുറേ 100 വരെയുള്ള പെർസെൻറ്റേജ് വരും. അതിൽ 10%ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു വാല്യൂ നമ്മൾ ഈ ഗ്രാഫിൽ നിന്നും താഴേക്ക് പ്ലോട്ട് ചെയ്യും. ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? D10.
ഇതിനകത്ത് D10 എന്ന് പറയുന്നത് എന്താണ്? 10% ഫൈനറായിട്ടുള്ള പാർട്ടിക്കിളിനെ നമ്മൾ താഴേക്ക് 10% ഫൈനറായിട്ടുള്ള പാർട്ടിക്കിളിനെ എക്സ് ആക്സിസിലേക്ക് പ്ലോട്ട് ചെയ്യുന്നതാണ് എന്ത്? D10 എന്ന് പറയുന്നത്. അതുപോലെ D30 എന്ന് പറയുമ്പോൾ എന്താണ്? 30% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വാല്യൂവിനെ നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് എഫക്റ്റീവ് സൈസ് എഫക്റ്റീവ് സൈസ് അല്ല, അതിൻ്റെ സൈസ് ഇവിടെ നിന്ന് പ്ലോട്ട് ചെയ്യും. D30 അതാണ് D30 എന്ന് പറയുന്നത്. അടുത്തത് D60 എന്ന് പറഞ്ഞാൽ 60% ഫൈനറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്റർ അല്ലെങ്കിൽ സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ കണ്ടുപിടിക്കുക. അതാണ് D60 എന്ന് പറയുന്നത്. ഇതും കൂടി നിങ്ങൾ ജസ്റ്റ് അതിന് ആ ഒരു പ്രൊസീജിയറാണ് പറയുന്നത്. എന്തൊക്കെ കണ്ടുപിടിക്കുന്ന D60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് സച്ച് ദാറ്റ് 60% ഓഫ് ദി സോയിൽ ഈസ് ഫൈനർ ദാൻ ദി സൈസ്. അപ്പം അതായത് D60 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു പാർട്ടിക്കിൾ സൈസാണ് കിട്ടിയത്. D60 എന്ന് പറഞ്ഞ് എനിക്കിപ്പം 2 mm ആണ് കിട്ടിയത്. അതായത് ഞാൻ ഈ 60%-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ആക്സിസിൽ D60 കണ്ടുപിടിച്ചു. D60 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് എക്സാമ്പിൾ 2 mm എന്ന് കിട്ടിയെന്ന് വെച്ചോ. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? D60 2 mm ആണെന്ന് വെച്ചാൽ ആ ഒരു സൈസിലുള്ള പാർട്ടിക്കിൾസ്, അതായത് 2 mm സൈസിലുള്ള പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആ ഒരു സൈസിനേക്കാളും കുറഞ്ഞ പാർട്ടിക്കിൾസ് 60% ആണ് അതിലുള്ളതെന്ന്. പാർട്ടിക്കിൾ സൈസ് സച്ച് ദാറ്റ് 60% ഓഫ് ദി സോയിൽ ഈസ് ഫൈനർ ദാൻ ദിസ് സൈസ്. അതായത് ആ ഒരു ടോട്ടൽ സോയിലിനകത്ത് അതിൻ്റെ 60% ആ 2 mm-നേക്കാളും കുറവാണെന്നാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? D60യുടെ വാല്യൂ സൂചിപ്പിക്കുന്നത്. അടുത്തത് D30 എന്ന് പറഞ്ഞാലോ, D30 എന്ന് പറഞ്ഞാൽ നമുക്കൊരു സൈസ് ആയിരിക്കും കിട്ടുന്നത്, സൈസ് ഓഫ് പാർട്ടിക്കിൾ. അതിപ്പോൾ ഒരു 75 മൈക്രോൺ ആണ് കിട്ടുന്നതെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ്? ആ ടോട്ടൽ സോയിലിൽ 30% ഓഫ് സോയിൽ ആ ഒരു 75 മൈക്രോണിലും താഴെ സൈസുള്ള പാർട്ടിക്കിൾസ് ആണ്. അതുപോലെ D10, ഇതിപ്പം 60, 30, 10 ആകുമ്പോൾ എന്താകും? നമ്മുടെ 100% ഓഫ് സോയിലാകും അല്ലേ? അപ്പോൾ ആ D30 അടുത്ത D10 എന്ന് പറയുമ്പം D10 ആണ് നമ്മൾ എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത്. അതിൻ്റെ പാർട്ടിക്കിൾ അതെന്താണ്? പാർട്ടിക്കിൾ സൈസ് സച്ച് ദാറ്റ് 10% ഓഫ് ദ സോയിൽ ഈസ് ഫൈനർ ദാൻ ദിസ് സൈസ്. D10 നമുക്ക് 1 mm ആണ് കിട്ടിയെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 1 mm സോയിലിന് താഴെയുള്ള 10% സോയിലാണ് അതിൽ ഉള്ളതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മൾ ടോട്ടൽ 100% ഉള്ള സോയിലിൽ നമ്മളെങ്ങനെ 60% താഴെ വരുന്നത് ഏത് സൈസാണ്? 60% താഴെ വരുന്നത്, 30% താഴെ വരുന്നത് എത്ര സൈസാണ്? അതുപോലെ 10% താഴെ വരുന്നത് എത്ര സൈസാണെന്ന് നമ്മൾ അതിൽ നിന്നും കണ്ടുപിടിച്ച് വെച്ചു. ഇനി അടുത്തത് അത് ഓരോന്നും നമുക്ക് പിന്നെ കുറച്ച് ടേംസ് കണ്ടുപിടിക്കാറുണ്ട്. അതിൽ എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത് D10 ആണ്. D10-നെയാണ് ആ D10 എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ 1 mm ആണ് കിട്ടിയെങ്കിൽ ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എഫക്റ്റീവ് സൈസ് എന്ന് പറയുന്നത്. അടുത്തത് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റിൻ്റെ ഇക്വേഷനാണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് CU = D60/D10. ഈ രണ്ട് വാല്യൂസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് D60 എന്ന് പറയുന്നത് ഇപ്പോൾ 10 mm, D10 എന്ന് പറയുന്നത് 2 mm കിട്ടിയെങ്കിൽ 10/2 mm എന്ന് പറയുമ്പോൾ 5. അതിൽ ഇല്ല, യൂണിറ്റ് ഇല്ല അല്ലേ? 2 mm കൂടെ ക്യാൻസലായി പോയിട്ട് യൂണിറ്റ് ഇല്ല, 5 എന്നുള്ളതാണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ്. അതൊന്നും ആയിരിക്കില്ല വാല്യൂ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു വാല്യൂ ഇട്ടെന്ന് പറഞ്ഞതാണ്. യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് CU = D60/D10. അതുപോലെ കർവേച്ചർ കോഎഫിഷ്യൻറ്റ് CC = D30² ഈ വാല്യൂസ് എല്ലാം നമുക്ക് ഗ്രാഫിൽ നിന്നും കിട്ടും. അപ്പോൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യൻറ്റും കർവേച്ചറും കിട്ടും. സോയിൽസ് വിത്ത് എ വാല്യൂ ഓഫ് CU <2 ഇത് എന്തിനാണ് നമ്മൾ കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത്. സോയിൽസ് വിത്ത് എ വാല്യൂ ഓഫ് CU <2 ആർ യൂണിഫോം സോയിൽസ്. CUവിൻ്റെ വാല്യൂ 2-നേക്കാളും കുറവാണ് നമ്മൾക്ക് കിട്ടിയത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയെങ്കിൽ ആ സോയിലിനെ നമ്മൾ എന്ത് പറയും? യൂണിഫോം സോയിൽ എന്ന് പറയുന്നു. യൂണിഫോം സോയിൽ എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് എ സോയിൽ വിച്ച് ഹാസ് എ വെരി നാരോ പാർട്ടിക്കിൾ സൈസ് റേഞ്ച്. എപ്പോഴും നിങ്ങൾ ഓർക്കുക, ഒരു നല്ല സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എല്ലാ സൈസ്ഡ് പാർട്ടിക്കിൾസും ഉള്ള സോയിലിനെയാണ്. അതായത് നല്ല ലാർജ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് കാണണം. അതായത് വലിയ പാർട്ടിക്കിൾസ്
പാർട്ടിക്കിൾ കാണും, ചെറിയ പാർട്ടിക്കിൾ കാണും. അതുപോലെ പല സൈസിലുള്ള പാർട്ടിക്കിൾസ് വരുമ്പോഴാണ് അത് ഏറ്റവും നല്ല സോയിലാകുന്നത്. എന്തുകൊണ്ടാണ്? അങ്ങനെ പല സൈസ്ഡ് സോയിൽ പാർട്ടിക്കിൾ വരുമ്പോൾ എന്ത് സംഭവിക്കും? ചെറിയ ചെറിയ വോയിഡ്സ് ഉള്ളതൊക്കെ ഈ ചെറിയ പാർട്ടിക്കിൾ കൊണ്ട് ഫില്ലാകും. അപ്പോൾ വലിയ പാർട്ടിക്കിൾസ് മാത്രമാണെങ്കിൽ അതിൽ വോയിഡ്സ് കൂടുതൽ. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആണെങ്കിൽ ഓരോ പാർട്ടിക്കിളിൻ്റെയും ഇടയിലുള്ള ആ ഗ്യാപ്പ് ഇത് ഫില്ലാക്കി വരും അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നാരോ റേഞ്ച് ഓഫ് സോയിൽ പാർട്ടിക്കിൾസ് വേണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ യൂണിഫോം സോയിൽ എന്ന് പറയുമ്പോൾ പക്ഷെ അങ്ങനെയല്ല, വളരെ നാരോ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് ആയിരിക്കും. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റേഞ്ച് സോയിൽ പാർട്ടിക്കിൾസ് മാത്രമേ കാണുള്ളൂ. അതുപോലെ സാൻസ് വിത്ത് എ വാല്യൂ CU ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഇപ്പോൾ CU ലെസ് ദാൻ 2 ആണെങ്കിൽ നാരോ റേഞ്ച് ഓഫ് പാർട്ടിക്കിളാന്ന് പറഞ്ഞു. CU ഗ്രേറ്റർ ദാൻ ഓർ 6 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് സോയിൽ ആയിരിക്കും. വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഹാസ് എ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പാർട്ടിക്കിൾസ് ഓവർ എ വൈഡ് റേഞ്ച് സൈസ്. വെൽ ഗ്രേഡഡ് സോയിൽ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? അതിൽ വൈഡ് റേഞ്ച് സോയിൽ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്താണ്? വെൽ ഗ്രേഡഡ് സോയിലാണ് യൂണിഫോം സോയിലിനേക്കാളും നല്ല സോയിൽ എന്ന് പറയുന്നത്. ഗ്രാവൽസ് വിത്ത് എ വാല്യൂ ഓഫ് CU ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആർ വെൽ ഗ്രേഡഡ്. അതുപോലെ CU വാല്യൂ ഗ്രേറ്റർ ദാൻ, നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു സാൻഡിൻ്റെ വാല്യൂ CU ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ആണെങ്കിൽ വെൽ ഗ്രേഡഡ് ആണ്. സാൻഡിന് CU ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഗ്രാവൽ ആണെങ്കിലോ, ഗ്രാവലിന് CU ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആയാൽ വെൽ ഗ്രേഡഡ് ആയിട്ട് മാറും. സാൻഡിന് CU 6നേക്കാൾ കൂടുതലാവണം, ഗ്രാവലിന് CU 4നേക്കാൾ കൂടുതലായാൽ വെൽ ഗ്രേഡ് ആയിരിക്കും. ഫോർ എ വെൽ ഗ്രേഡഡ് സോയിൽ CC ലൈസ് ബിറ്റ്വീൻ 1 and 3. അതുപോലെ വെൽ ഗ്രേഡ് CC കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ ഉണ്ടല്ലോ, കോഎഫിഷ്യൻ്റ് ഓഫ് കർവേച്ചർ 1നും 3ക്കും ഇടയിലാണെങ്കിൽ അതെന്തായിരിക്കും? വെൽ ഗ്രേഡഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ CUം CCയും ഒക്കെ ഡിറ്റർമിൻ ചെയ്തത്. ഇനി ഗ്രഡേഷൻ കർവ് കേട്ടോ, ഇതൊരു ഗ്രഡേഷൻ കർവ് നമുക്ക് പല ഇതിൽ കിട്ടിയ ഗ്രഡേഷൻ കർവ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സൈസ് റേഞ്ച് വെച്ചിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് സോയിലാണെന്ന് പറയാം. ഇപ്പം ഗ്രഡേഷൻ കർവ് A കാണിച്ചിട്ടുണ്ട്. എയുടെ നോക്കിക്കേ, എയുടെ പാർട്ട് മുകളിൽ കണ്ടോ ആ ഒരു ക്ലാസ് ഫൈൻസ് എവിടെയാണ്, അതായത് പാർട്ടിക്കിൾ സൈസ് വെച്ചാണ് ഈ ഫൈൻസ് സാൻഡ് ഗ്രാവൽ എന്ന് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ഇതാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്, ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നമ്മൾ ഗ്രാഫിൽ വരച്ചു വരുമ്പോൾ കണ്ടോ, y ആക്സിസിൽ പെർസെൻറ്റേജ് ഫൈനർ ബൈ വെയിറ്റ് 100% വരെ മാർക്ക് ചെയ്തു. അത് സാധാ നമ്മുടെ ഗ്രാഫാണ്. ഇവിടെ ലോഗരിതമിക് സ്കെയിലാണ് നമ്മൾ ഗ്രെയിൻ സൈസ് വരയ്ക്കുന്നത്. അപ്പോൾ അത് എത്രയാണ് കണ്ടോ, 0.001 0.01 എന്ന് പറഞ്ഞിട്ട് ലോഗ് സ്കെയിലാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിക്കേ, ആ സൈസിനനുസരിച്ചാണ് ഈ ഫൈൻസ് സാൻഡ് ഗ്രാവൽ എന്നൊക്കെ ഡിവൈഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം ഗ്രാവലിൽ തന്നെ ഉണ്ടോ ഫൈന് കോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, സാൻഡിൽ ഫൈന് കോഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ഒരു സൈസിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. കണ്ടോ, 20 mm വരെ ഫൈൻസ് ആണ്, 20 to 80 mm വരെയാണെങ്കിൽ കോഴ്സാണ്. ഗ്രാവൽ എവിടം തൊട്ടാണ്? 80 mm താഴോട്ട്. 80 mm മുകളിൽ എന്തായിരുന്നു? കോബിളായിരുന്നു. 80 mm താഴോട്ട് വന്നപ്പം എന്തായിരുന്നു? 80 mm താഴെ ഗ്രാവൽ. പിന്നെ അതുപോലെ ഇങ്ങനെ ഓരോ ക്ലാസിഫിക്കേഷൻ. അതുപോലെ 20, അതിൽ തന്നെ 20 mm വരെ കോഴ്സ്. ആ ഒരു ഇതനുസരിച്ച് നമുക്ക് ഈ ഗ്രാഫിനെ, ഇതിപ്പം കണ്ടോ ഗ്രാഫ് A എന്ന് പറയുന്നത് കണ്ടോ ഫൈൻസിൽ നിൽക്കുകയാണ് കണ്ടോ, ഇത് ഇവിടെ വരെ ഈ ഗ്രാഫ് വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് A എന്ന് പറയുന്നത് എന്താണ്? ഫൈൻ ഗ്രേഡ് ആണ്. അതുപോലെ B നോക്കിക്കേ, B എന്ന് പറയുന്നത് ഇവിടെ കോഴ്സ് ഗ്രാവലിൽ. ഇതിപ്പോൾ ഈ 4 ഗ്രാഫ് ഏതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കർവ് A എന്ന് പറയുന്നത് ഫൈൻ ഗ്രേൻഡ് സോയിൽ, കർവ് B എന്ന് പറയുന്നത് കോഴ്സ് ഗ്രേൻഡ് സോയിൽ. അത് നോക്കിക്കേ, കോഴ്സ് ഗ്രേൻഡ് സോയിൽ, അതായത് അതിൻ്റെ പാർട്ടിക്കിൾസ് അതിൻ്റെ ലാർജ് ഉണ്ടോ, അതിൻ്റെ എൻഡ് വരുന്ന എവിടെയാണ്? ഈ B എന്ന് പറയുന്നത് ഇവിടെ വരെയാണ്. അതുണ്ടോ സാൻഡിലേക്ക് കടന്നത് അല്ലേ, ഫൈൻസിലോട്ടൊന്നും വന്നിട്ടില്ല. സാൻഡ് ഗ്രാവൽ പോർഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എന്താണത്? കോഴ്സ് ഗ്രേൻഡ് സോയിലാണ്. ഗ്രാവൽ ആദ്യം നമ്മൾ പറഞ്ഞു, കോഴ്സ് ഗ്രേൻഡ് സോയിൽ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഗ്രാവലും സാൻഡും ആണ് അല്ലേ. അപ്പോൾ അതാണ് കോഴ്സ് ഗ്രേൻഡ് സോയിലാണ് B കാണിച്ചിരിക്കുന്നത്. ഇനി സി നോക്കിക്കേ, സി നോക്കുവാണെങ്കിൽ കണ്ടോ, ഇതാണ് സി നോക്കിക്കേ, അതിലെ പാർട്ടിക്കിൾ സൈസ് റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? വളരെ കുറവാണ് കണ്ടോ. അതിൻ്റെ ഒരു
പാർട്ടിക്കിൾ സൈസ് ദേ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മാക്സിമം ദേ ഇത്ര വരെ സൈസ് ഉള്ളൂ. ഇങ്ങോട്ടുള്ള പാർട്ടിക്കിളോ ഒന്നുമില്ല. ഈ ഒരു പർട്ടിക്കുലർ സൈസിൽ കുറച്ചൊരു ചെറിയ വേരിയേഷൻ, നാരോ റേഞ്ച് മാത്രമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സി എന്താണ്, ഒരു പുവർലി ഗ്രേഡഡ് സോയിലാണ്. അതായത് എല്ലാ പാർട്ടിക്കിൾസ് ഒന്നുമില്ല, കുറച്ച് റേഞ്ച് പാർട്ടിക്കിൾ മാത്രമാണ് ഉള്ളത്. ഇനി അടുത്ത വെൽ ഗ്രേഡഡ്, ഡി എന്ന് പറയുന്നത് വെൽ ഗ്രേഡഡ് സോയിലാണ്. ഡി നോക്കിക്കേ, കണ്ടോ, ഇതിൻ്റെ ഈ അറ്റം തുടങ്ങി ഈ അറ്റം വരെ ഉണ്ട്, കണ്ടോ. അപ്പോൾ ആ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങി, ഈ സൈസിലുള്ള പാർട്ടിക്കിൾ തുടങ്ങി ഈ വലിയ സൈസിലുള്ള പാർട്ടിക്കിൾ വരെയും എല്ലാ റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് അതിലുണ്ട്. അപ്പോൾ ഡി എന്താണ്, വെൽ ഗ്രേഡഡ് സോയിലാണ്. പിന്നെ അടുത്തത് എന്താണ്, ഇ ആണ്. ഇ എന്ന് പറയുന്നത് ഗ്യാപ് ഗ്രേഡഡ് സോയിലാണ്. ഗ്യാപ് ഗ്രേഡഡ് സോയിൽ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ ഗ്രാഫ് ഇവിടെ വരെ വന്ന ശേഷം ഇത് ഇങ്ങനെ പാരലായിട്ട് പോവുകയാണ്. അതായത് ഈ വാല്യൂ എത്രയാണോ അതേ വാല്യൂ തന്നെയാണ് കുറേ നേരത്തേക്ക്. അതായത് ഈ സൈസിലുള്ള പാർട്ടിക്കിൾ ഒന്നും ഇല്ല ഇവിടെ, ഇടയ്ക്ക് ഒരു റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് ഇല്ല, മിസ്സിംഗ് ആണ്, അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് ഈ സോയിലിനെ നമ്മൾ ഗ്യാപ് ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നു. കണ്ടോ, അതാണ് വെൽ ഗ്രേഡഡ് സോയിൽ, പുവർലി ഗ്രേഡഡ്, ഗ്യാപ് ഗ്രേഡഡ് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. വെൽ ഗ്രേഡഡ് എന്ന് പറയുമ്പോൾ എല്ലാ റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ്, സൈസ് റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. ഗ്യാപ് ഗ്രേഡഡ് എന്ന് പറയുമ്പോഴോ ഏതോ ഒരു പർട്ടിക്കുലർ സൈസ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ഓഫ് പാർട്ടിക്കിൾസ് സൈസ് അതിൽ ഉണ്ടാകില്ല, ഇടയ്ക്കത്തത് മിസ്സിങ് ആയിരിക്കും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, പുവർലി ഗ്രേഡഡ് എന്ന് പറയുമ്പോൾ എല്ലാം കുറച്ച് ചില അല്ലെങ്കിൽ പുവർലി ഗ്രേഡഡ് തന്നെയാണ് യൂണിഫോം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതായത് ചില പാർട്ടിക്കിൾ ഒരുപാട് അങ്ങ് ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ സൈസിലുള്ള സോയിൽ പർട്ടിക്കുലർ സൈസ്ഡ് പാർട്ടിക്കിൾ ഒരുപാട് കാണും. അങ്ങനെ ഒരു ലാർജ് വെറൈറ്റി സൈസ്ഡ് പാർട്ടിക്കിൾസ് ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇതാണ് സീവ് അനാലിസിസ്. നിങ്ങളുടെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടേ ഉള്ളൂ സീവ് അനാലിസിസ്. ഇനി നമുക്ക് ഹൈഡ്രോമീറ്റർ അനാലിസിസ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.